ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മറ്റേ വാനില സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്കിനി ലെയറാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളൊരു കുട്ടി, ആ കുട്ടീൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കേക്കാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ട അന്ന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം തലേദിവസം നല്ല ലേറ്റായിട്ടാണ് ഓർഡർ കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ രാവിലെ തന്നെ വേഗം പണി തുടങ്ങി. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് ഗനാഷും ഒഴിക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ചെറീസാണ് കട്ട് ചെയ്തിടുന്നത്. ചെറീസും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് തലേദിവസമൊക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പണിയെടുക്കാനായിട്ട് പറ്റും. റിലാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് പക്ഷേ കുറച്ച് ടെൻഷനായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പം തന്നെ ലേറ്റായി. അവർക്ക് 4 മണിക്കാണ് കേക്ക്, ഈവനിങ് 4 മണിക്കാണ് കേക്ക് വേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും നല്ല ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ക്രീമാക്കി കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ക്രീം ഒരേപോലെ കിട്ടും. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും പിന്നെ കുറച്ച് മടിയായതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ക്രീം സെറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ നമുക്ക് ക്രീം കിട്ടും കേട്ടോ. അപ്പോൾ മേൽഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം. ഇനി സൈഡിലും കൂടെ നമുക്ക് ക്രീം സെറ്റാക്കി കൊടുക്കാം. ഇതൊരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഫസ്റ്റ് ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തു. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത്. ഫിനിഷിങ് ടൈമിൽ കേക്ക് എവിടെയെങ്കിലും ക്രീം എവിടെയെങ്കിലും ഫില്ലായിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ സ്ക്രാപ്പറിൽ, പിന്നെ മേലെ സിഗ്സാഗ് ആയിട്ടുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. പിന്നെ പർപ്പിൾ കളറിൽ ഒരു ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ അത് അലങ്കോലമായോ എന്ന് എനിക്ക് പിന്നീട് ഡൗട്ട് തോന്നി. പിന്നെ മാറ്റാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സൈഡിൽ ഇതേപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസൈനും കിട്ടും. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്നും കൂടെ റൈറ്റിംഗ് കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.